മലപ്പുറം ചെറുമുക്കിൽ ബൈക്ക് വർക്ക്ഷോപ്പിൽ തീപിടുത്തമുണ്ടായെന്നുള്ള വാർത്ത വരുന്നു. 26 ബൈക്കുകൾ പൂർണ്ണമായി കത്തിനശിച്ചു. രാത്രി 1 മണിക്ക് ശേഷമാണ് തീപിടുത്തം ഉണ്ടായത്. തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന മൃഗാശുപത്രിയിലേക്കും തീ പടർന്നു. താനൂർ, തിരൂർ എന്നിവിടങ്ങളിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തി തീ അണച്ചു. മുബഷീർ പി അക്ബർ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. മുബഷീർ, അർദ്ധരാത്രിയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടായത്. ഇതിപ്പോൾ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് നിലവിലെ ഒരു സാഹചര്യം? മലപ്പുറം ചെറുമുക്കിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇന്ന് അർദ്ധരാത്രിയോടുകൂടി, അതായത് രാത്രി 1 മണിക്ക് ശേഷമാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ചെറുമുക്കിൽ പ്രവർത്തിക്കുന്ന ഫ്ലൈ വീൽസ് എന്ന് പറയുന്ന ബൈക്കുകളുടെ ഒരു വർക്ക്ഷോപ്പാണ്. അവിടെ ഏകദേശം 40ഓളം ബൈക്കുകൾ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൽ 26ഓളം ബൈക്കുകൾ പൂർണ്ണമായിട്ടും ഈ തീപിടുത്തത്തിൽ കത്തി നശിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ ബൈക്കുകൾ കത്തിക്കരിഞ്ഞൊക്കെ തന്നെ കാണാൻ സാധിക്കും. എന്തായാലും താനൂർ, തിരൂർ എന്നിവിടങ്ങളിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് ഈ ഒരു തീ പൂർണ്ണമായും അണച്ചിരിക്കുന്നത്. തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഈ വർക്ക്ഷോപ്പിൽ തീപിടുത്തമുണ്ടായ ഘട്ടത്തിൽ തന്നെ തീ തൊട്ടപ്പുറത്തുള്ള മൃഗാശുപത്രിയിലേക്കും പടർന്നിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ ഉണ്ടായിരുന്ന മരുന്നുകൾ, അതുപോലെ തന്നെ ചില ഡോക്യുമെന്റ്സുകളൊക്കെ തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. പക്ഷേ തീ കൂടുതൽ വ്യാപകമാകുന്നതിന് മുൻപ് തന്നെ നിയന്ത്രണ വിധേയമാക്കി. നാട്ടുകാരുടെയൊക്കെ തന്നെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമം അപ്പോൾ തന്നെ ആരംഭിച്ചിരുന്നു. ഉടനെ ഫയർഫോഴ്സും എത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. എന്തായാലും ബൈക്ക് വർക്ക്ഷോപ്പിലാണ് വലിയ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. 26 ബൈക്കുകൾക്ക് പുറമെ സ്ഥാപനം തന്നെ പൂർണ്ണമായും തകർന്ന നിലയിലാണുള്ളത്. ഓക്കെ, മലപ്പുറം ചെറുമുക്കിലാണ് ബൈക്ക് വർക്ക്ഷോപ്പിൽ തീപിടുത്തമുണ്ടായത്. 26ഓളം ബൈക്കുകളാണ് കത്തി നശിച്ചത്. വിവരങ്ങളാണ് മുബഷീർ പി അക്ബർ നൽകിയത്.